ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. അപ്സ്റ്റോക്സ് നിന്ന് ചെറിയൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് അവരുടെ ഇ-സൈൻ പ്രൊസീജിയർ മുമ്പ് നിങ്ങൾക്കറിയാം, ആധാർ മൊബൈൽ ലിങ്ക് ആയിട്ടുള്ളവർക്ക് ഇ-സൈൻ വഴി ഓൺലൈനായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ചെറിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് ആധാർ മൊബൈൽ ലിങ്ക് അല്ലാത്തവർക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നത്. അവരതിന് ഉപയോഗിക്കുന്നത് eMudhra എന്നുള്ളൊരു സർവീസാണ്. മുമ്പ് ഡിജിയോ വഴിയാണ് നമുക്ക് ഇത് ആധാറും മൊബൈലും ലിങ്ക് ആയവർക്ക് ഇ-സൈൻ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. eMudhra എന്ന് പറയുന്നത് പാൻ ബേസ് ആയിട്ടുള്ളൊരു ഇ-സൈൻ സർവീസാണ്. അതായത് നമ്മുടെ പാൻ കാർഡും മൊബൈൽ നമ്പറും വെച്ചിട്ട് ഇ-സൈൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ആരെല്ലാം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ആധാർ വെച്ചിട്ടുള്ള ഇ-സൈൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറ്റാത്തവർ മാത്രം ഇത് ഉപയോഗിക്കാം. ഇത് മൊബൈൽ നമ്പർ ആധാർ ലിങ്ക് ആവാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ OTP വരാത്തവർ, ചിലപ്പോൾ OTP ചില ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ ഇപ്പോൾ കയ്യിലില്ലാത്തവർ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയവർക്ക്, അവരെല്ലാം ഈ ഒരു സർവീസ് ഉപയോഗിച്ച് ഇ-സൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി പ്രയാസമുള്ളതാണ് ഇതിൽ. ഈ ഒരു സ്റ്റെപ്സ് കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ ഇ-സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആധാറിൻ്റെ നമുക്കറിയാം ജസ്റ്റ് ഒരു OTP വരുന്നൊരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, അത് ജസ്റ്റ് അടിച്ചു കൊടുക്കാനേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടി സ്റ്റെപ്സ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആധാർ മൊബൈൽ ആ ഒരു ഇ-സൈനിൻ്റെ പേജിൽ മുമ്പ് ഒരു ഇ-സൈൻ വിത്ത് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇ-സൈൻ വിത്ത് eMudhra എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കാണും. അത് ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. കാരണം മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർ, അതായത് അപ്സ്റ്റോക്സിലല്ലാതെ വേറെ ഏതെങ്കിലും ബ്രോക്കറിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്കും രണ്ടാൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, അതായത് ഇല്ലാത്തവർക്ക് കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇതിൻ്റെയും നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റെപ്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഫോളോ ചെയ്താൽ മതി, നോക്കിയിട്ട് അത്രയേ ഉള്ളൂ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഒരു IPV വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടി വരും, അതായത് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ. അത് മുമ്പ് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റെപ്പ് അങ്ങനെയുള്ളത്. പിന്നെ ഒരു MPIN സെറ്റ് ചെയ്യാനുണ്ട്, നമുക്കൊരു ചെറിയൊരു പിന്ന് സെറ്റ് ചെയ്യേണ്ടിയുണ്ടാവും, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടി വരും. അതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അത് ഈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ. ഇനി ഇതേപോലെ തന്നെ മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്കും കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടാവും, അതായത് സ്റ്റെപ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെയും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടും എടുത്തേക്കാം. എന്നിട്ട് ആ ഒരു സ്റ്റെപ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കി ചെയ്യാം. ഇങ്ങനെ eMudhra പേജിലുള്ള എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയ ശേഷം തിരിച്ച് അപ്സ്റ്റോക്സിൻ്റെ പേജിൽ വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ വിത്ത് ഇ-സൈൻ എന്നുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടി വരും, സാധാരണ ആധാർ വഴി ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട്. അതാണ് ഇതിലുള്ള മാറ്റം. ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പകുതിയായവർക്ക് ഈ ഒരു പേജ് ഓർമ്മയുണ്ടായിരിക്കും. കാരണം ഇ-സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേജ്, ആ ഒരു സ്റ്റെപ്പ് വരുന്ന പേജ് ഇതാണ്. ഈ പേജിൽ മുമ്പുണ്ടായ ഇ-സൈൻ വിത്ത് ആധാർ OTP ആണുണ്ടായത്. അതിൻ്റെ കൂടെ താഴെ ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഇ-സൈൻ വിത്ത് eMudhra എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ടാണ് ആധാറും മൊബൈലിൽ ലിങ്ക് ആവാത്തവർ ഇ-സൈൻ ചെയ്യേണ്ടത്. അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്, ഫോട്ടോ, പിന്നെ പാൻ കാർഡ്, പിന്നെ അഡ്രസ് പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് മുമ്പ് അപ്സ്റ്റോക്സിൻ്റെ പേജിൽ വേറെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതല്ല ഇത് eMudhra ഇ-സൈൻ ചെയ്യുന്ന സമയത്തും കൂടി ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ യൂസർ നെയിമും ഒരു പിന്നും സെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ട്, അതും കൂടി. അത് പിന്ന് മറക്കാൻ പാടില്ല, ബാക്കി പിന്നെ ഒരു സ്റ്റെപ്പിന് അത് ആവശ്യം വരും. പിന്നെ നമ്മൾ IPV വീഡിയോ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം തിരിച്ച് വന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇ-സൈൻ ചെയ്യണം. ഈ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനുള്ള അവർ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ ID-യും പാസ്വേഡും അപ്രൂവ് ആയാൽ ID-യും പാസ്വേഡും ഇമെയിലിലേക്ക് വരും, അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നുള്ള മെയിൽ വരും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ സമയം എടുക്കാറുണ്ട്, പക്ഷേങ്കിലും അത് അപ്രൂവ് ആയാൽ ഇമെയിലിലേക്ക് ID-യും പാസ്വേഡ് വരും, അല്ലെങ്കിൽ റിജക്റ്റഡ് വന്നാൽ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് അത് തിരുത്തി വീണ്ടും റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലോ മറ്റോ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി.